യുക്രൈന് കുഴിബോംബുകൾ നൽകാനുള്ള അനുമതിയിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെറിയ കാലയളവിൽ മാത്രം പ്രവർത്തിക്കുന്ന മൈനുകളാണ് നൽകുക. അതിനിടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് അമേരിക്കയുടെ കീവിലെ എംബസി താൽക്കാലികമായി അടച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, യുക്രൈൻ, റഷ്യ ഒക്കെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ വാർത്തയായി ഉയർന്നു കേൾക്കുന്നു അല്ലേ? തീർച്ചയായും റഷ്യ യുദ്ധം ഇപ്പോൾ വലിയൊരു അവസ്ഥയിലേക്ക് കടന്നു. ഫെബ്രുവരി 24 യുദ്ധം ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ദിവസമാണ് 1000 ദിവസം യുദ്ധം ആരംഭിച്ച് തികഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ ചില നടപടികളെല്ലാം തന്നെ പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ലാൻഡ് മൈനുകൾ, അതായത് ഈ ആർമി കടന്നു കയറുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി മണ്ണിൽ കുഴിച്ചിടുന്ന മൈനുകൾ, ആ മൈനുകൾക്ക് മുകളിൽ മനുഷ്യർ ചവിട്ടിയാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള മൈനുകൾ അതിർത്തിയിൽ വിന്യസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ ഇത്തരത്തിലുള്ള മൈനുകൾ നൽകാനുള്ള ഒരു തീരുമാനവും കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ആർമി ടാക്ടിക്കൽ മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുവാദം അമേരിക്ക യുക്രൈന് നൽകിയത്. ഇത്തരത്തിൽ 2 തരത്തിലുള്ള സൈനിക പിന്തുണ അല്ലെങ്കിൽ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു പിന്തുണ കൂടി നൽകിയ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു. ഇത് സ്വാഭാവികമായും ഉയർന്നു വന്നത് നോർത്ത് കൊറിയയുടെ സൈന്യം ആ മേഖലയിൽ, കർസ്ക് മേഖലയിൽ വ്യാപകമായി വിന്യസിക്കപ്പെട്ടു എന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷം കുറെ കൂടി ഗൗരവമായ ഒരു സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സംഘർഷം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ കീവിലെ, അതായത് യുക്രൈനിലെ തലസ്ഥാനത്തേക്ക് എംബസി താൽക്കാലികമായി അടച്ചുപൂട്ടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികമായി ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമാണ് എംബസി അടച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി തുടർന്നും എംബസി ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതേസമയം റഷ്യ കൃത്യമായ മുന്നറിയിപ്പ് വീണ്ടും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കും നൽകുകയാണ്. ഇത്തരത്തിലൊരു നീക്കം, അതായത് ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള മിസൈലുകൾ, അതായത് നേരത്തെ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞതും ഇന്നലെ അനുമതി നൽകിയതുമായ ആർമി ടാക്ടിക്കൽ മിസൈലുകൾ യുക്രൈൻ റഷ്യക്കെതിരെ പ്രയോഗിച്ചിരുന്നു. അത്തരത്തിൽ പ്രയോഗിച്ച ലോങ് റേഞ്ച് മിസൈലുകൾ ഇനിയും പ്രയോഗിക്കാനുള്ള സാധ്യതയും യുക്രൈൻ പദ്ധതിയിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു നീക്കം യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ എടുക്കുന്ന നിലപാടായി കണക്കാക്കുമെന്ന് നേരത്തെ തന്നെ വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംഘർഷാവസ്ഥ കുറെ കൂടി രൂക്ഷമായിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് യുക്രൈനിൽ അതിശക്തമായ ആക്രമണം റഷ്യ നടത്തുകയും യുക്രൈന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്ത് മേഖലയെ ഇരുട്ടിലാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ ശക്തമാകുന്നു. അമേരിക്ക യുക്രൈനോടൊപ്പം ആയുധങ്ങൾ നൽകിക്കൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നു എന്നൊരു സാഹചര്യം കൂടി. അതാണ് ഏറ്റവും പ്രധാനവും. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും സജീവമാകുന്നു. അപ്പോൾ അമേരിക്ക യുക്രൈന് പരസ്യമായി ആയുധങ്ങൾ നൽകി ഒപ്പം ചേരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.